വെൽക്കം ടു ലെജൻസ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ചുരിദാർ മെറ്റീരിയൽ വേണ്ടിയാണ് സ്റ്റഡി. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ടിഷ്യൂ ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദുപ്പട്ട പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഗഡ്വാൾ ദുപ്പട്ടയുടെ മോഡൽ. ഇതിൻ്റെ അകത്തൊരു ത്രെഡ് വർക്ക് ഉണ്ട്. ആ ഒരു ഷെയ്ഡിലാണ് ദുപ്പട്ട പോയേക്കുന്നത്. അപ്പോൾ ടോപ്പിന്റെ മെറ്റീരിയൽ കാണാൻ നല്ല രസമാട്ടോ. ശരിക്കും ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കളറിന് ഇഷ്ടമുള്ള രീതിയിലോട്ട് ചെറിയൊരു വേരിയേഷൻ വരുത്താൻ പറ്റും. കാരണം ലൈനിങ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലൈറ്റോ ഡാർക്കോ ഏത് കൊടുക്കുന്നു അതനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു മെയിൻ ഷെയ്ഡ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കുറച്ചുകൂടി ഒരു ഡാർക്ക് ആയിട്ടോ ലൈറ്റ് ആയിട്ടോ ഒക്കെ കൊടുക്കാൻ പറ്റും. ബോട്ടം വന്നേക്കുന്ന ദുപ്പട്ടയുടെ ആ സെയിം കളർ തന്നെയാണ് കേട്ടോ. അത് സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക് ആണ്. അപ്പോൾ ഈ മെറ്റീരിയലാണ് ടോപ്പിന്റെ മെയിൻ മെറ്റീരിയലാണ് കുറച്ചൊരു ഗ്ലേസിങ് വരുന്നത്. ടിഷ്യൂവിന്റെ ടൈപ്പ് ഫാബ്രിക്. ടിഷ്യൂ ഒക്കെ സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ ആയിട്ട് ഒത്തിരി പേര് എടുത്ത് തയ്ക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റീസണബിൾ പ്രൈസേ ഉള്ളൂ. മൊത്തത്തിൽ തന്നെ റേറ്റ് വളരെ കുറവാണ്. ഇതൊരു സെറ്റായിട്ട് തന്നെ കംപ്ലീറ്റ് നമുക്കൊരു 890 രൂപയ്ക്ക് കിട്ടും. ബോട്ടം ആണെങ്കിലും നല്ല ഫാബ്രിക് ആട്ടോ. എല്ലാം നല്ല മെറ്റീരിയലാണ്. വാഷ് ചെയ്ത് ഉപയോഗിക്കാം. സ്ഥിര ഉപയോഗക്കാർക്ക് വേണ്ടി വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ ടിഷ്യൂ ആയതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാതെ ഫംഗ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നമ്പർ N959, റേറ്റ് 890 89. അടുത്ത ഷെയ്ഡ് നല്ലൊരു പീച്ച് കളർ ആട്ടോ. നിങ്ങളത് കാണുമ്പോൾ കുറച്ച് തിരക്ക് കൂടുതൽ കാണും. കാരണം ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ അങ്ങനെയാണ്. നമുക്ക് ആ ഒരു ഗ്ലേസിങ് ചെറുതായിട്ടുള്ളതുകൊണ്ട് വെട്ടോട് അടിക്കുമ്പോൾ കുറച്ച് ഇത് കൂടുതൽ കാണിക്കും. നേരിട്ട് കാണാൻ ഭയങ്കര ഗ്ലേസിങ് അല്ല, നോർമൽ ടിഷ്യൂവിൽ വരുന്ന ആ ഒരു ഗ്ലേസിങ് മാത്രമേ ഉള്ളൂ. അപ്പം സാധാരണ ഈ ഒരു സെയിം തന്നെ കളറിൽ നമുക്ക് ദുപ്പട്ട കിട്ടാൻ പാടാം. ഇത് ആ ഏകദേശം ഇതിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഫുൾ സെറ്റ് ആയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. ബോട്ടം വരുന്നത് ഈ ഒരു സെയിം പീച്ച് കളർ തന്നെയാണ് കേട്ടോ. ഇവിടെ ബോട്ടം ഇതാട്ടോ. ഫുള്ളായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ ടോപ്പ് തന്നെ നിങ്ങൾക്ക് ഒരു വെറൈറ്റി ലുക്കിൽ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ വേറെ ഏത് രീതിയിലും കുർത്ത തന്നെയായിട്ടോ അല്ലെങ്കിൽ വേറെ ദുപ്പട്ടയുടെ കൂടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ നമ്പർ വരുന്നത് N958, റേറ്റ് 890 മാത്രമേ ഉള്ളൂ, 890. അടുത്ത ഷെയ്ഡ് വരുന്നത് ഗ്രീൻ്റെ ഒരു കോമ്പിനേഷൻ ആട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത് ഈ ഒരു ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ അല്ലാതെ കാണാനും നല്ല കേട്ടോ. നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുമ്പം ഇങ്ങനെ ചെറിയൊരു തിളക്കക്കൂട് കാണിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനത്തെ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്തായാലും ഇതൊരു റീസണബിൾ ഐറ്റം തന്നെയാണ്. ദുപ്പട്ട ഗഡ്വാൾ ദുപ്പട്ട അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട്. എല്ലാം വാഷ് ചെയ്ത് ഉപയോഗിക്കുന്ന ഐറ്റംസ് ആട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ N960, റേറ്റ് 890. അടുത്തൊരു വൈൻ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ടോപ്പ് മുമ്പേ കാണിച്ചിട്ടുണ്ട് ടിഷ്യൂ മിക്സ് ആയിട്ട്. ദുപ്പട്ട ഗഡ്വാൾ ദുപ്പട്ട. അപ്പോൾ ഇത്തിരി കൂടെ ഡാർക്ക് ആയിട്ട് ഇത് ഫീൽ ചെയ്യും. ബോട്ടം ദുപ്പട്ടയുടെ സെയിം കളർ തന്നെ. മൊത്തത്തിൽ തയ്ച്ചിടുമ്പോൾ അതിൻ്റെ ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ. ഇതിന്റെ നമ്പർ N961, റേറ്റ് 890. ലാസ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഓണിയൻ പിങ്കും പീച്ചും മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇതാണ് ദുപ്പട്ടയുടെ ഒരു കളർ വരുന്നത്. ചെറിയൊരു ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ബോട്ടം ദുപ്പട്ടയുടെ സെയിം കളർ തന്നെയാണ്. നമ്പർ N957, റേറ്റ് 890 മാത്രമേ, 890.